നമസ്കാരം, എല്ലാവർക്കും വേറെ ലൊക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. നമ്മുടെ കോഴിക്കോട് നമ്മളെ സ്വന്തം കോഴിക്കോട്. നമ്മുടെ ഇപ്പോൾ നിൽക്കുന്നത് ഏയോട്ടോ സിനിമ ചിത്രീകരിച്ച മീനുക്കുട്ടിയുടെ വീടിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൂടാതെ ഗോഡ് ഫാദർ എന്ന സിനിമയിലെ നമ്മൾ ആനപ്പാറയിലെ അച്ചമ്മേൻ്റെ വീട്ടിൽ ആ രണ്ട് വീടും ഒന്ന് തന്നെയാണ്. നമ്മുടെ കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ആ വീട്. ആ വീട്ടിലെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ഏയോട്ടോ എന്ന സിനിമ ചിത്രീകരിച്ച ആ വീടിൻ്റെ മീനുക്കുട്ടിയുടെ വീട്ടിലാണ്. അതെ, മീനുക്കുട്ടിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഏകദേശം 1990 ആ സിനിമ പുറത്തിറങ്ങിയത്. ഏകദേശം 30 വർഷത്തോളം ആയിട്ടുണ്ടായില്ലേ? 30 വർഷത്തോളമായി ആ സിനിമ പുറത്തിറങ്ങിയിട്ട്. ഇപ്പോഴും ആ വീട് ഇതുപോലെ തന്നെ, അതും ആ സിനിമയിലുള്ള പോലെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ, ഈ ഒരു മുറ്റത്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ്. കാരണം ലാലേട്ടനൊക്കെ നിന്ന് അഭിനയിച്ച ഒരു വീടാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ലാലേട്ടൻ മീനുക്കുട്ടിയുടെ എന്താ പറയുക, പിറന്നാളിൽ വരുമ്പോൾ ജുബ്ബൊക്കെ, മീനുക്കുട്ടി കൊടുത്ത ജുബ്ബ ഇട്ടിട്ട് പിറന്നാളിന് വരുമ്പോൾ ലാലേട്ടൻ, അതായത് മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ മീനുക്കുട്ടി മുകളിൽ നിന്ന് നല്ല സൂപ്പറായിരിക്കണമെന്നൊക്കെ പറയുന്നൊരു സീനുണ്ട്. ആ സീന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ജനലിനാണ് മീനുക്കുട്ടി നോക്കി പറയുന്നതും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇപ്പോഴും അതുപോലെ തന്നെ. നമ്മൾ ഈ കാണുന്ന പടിയിലാണ് ലാലേട്ടൻ മീനുക്കുട്ടി ഇരുന്ന് മീനുക്കുട്ടി ചുക്കാപ്പി കുടിക്കുന്നതൊക്കെ ഈ കാണുന്ന പടിയിലാണ്. പിന്നെ ഈ പടത്തിൻ്റെ സംവിധാനം ആരായിരുന്നു? വേണുനാഗവേലി സാറാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. അതായത് നമ്മുടെ മണിയമ്പളരാജ് ചേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക, പിറന്ന സിനിമ അതായത് ഏയോട്ടോ സിനിമ അറിയാത്തവരുണ്ടാവില്ല. അതിലത്തെ ഓരോ സീനും നമ്മുടെ പപ്പുച്ചേട്ടനും ഒക്കെ ഒരു രക്ഷയില്ലാത്ത സിനിമയായിരുന്നു. അതിലൊക്കെ ഒരുപാട് സീക്വൻസുകൾ നമുക്ക് ഇപ്പോഴും മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു സീനുകളാണ്. പപ്പുച്ചേട്ടൻ്റെ കോമഡികളൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അജാതി പെർഫോമൻസുകളായിരുന്നു. അപ്പോൾ കഴുത്തിലിട്ട് ആ സീനൊക്കെ മറക്കാൻ പറ്റും നമുക്ക്. പഠിച്ചവനും ഭാര്യയും കുട്ടികളും അതൊക്കെ ഒരു രക്ഷയിട്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. അതാണ് ആ സിനിമയുടെ ഒക്കെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഒരുപാട് സന്തോഷം ഈ ലൊക്കേഷനിൽ വരാൻ സാധിച്ചാൽ. നമ്മുടെ ആനപ്പാറ അച്ചമ്മ ആ ടീം മൊത്തം ഈ ഭാഗത്തു നിന്ന് ഇറങ്ങി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതിലൂടെ ഈ ഡോറിലൂടെ ഓടി വരുന്നതും മറ്റേ സിദ്ദീഖ് അങ്ങനെയുള്ള ടീംസൊക്കെ, അതുപോലെ ആനപ്പാറ അച്ചമ്മ ഇറങ്ങി വരുന്നതും, അതുപോലെ മറ്റേ നമ്മുടെ അലിയാന വനവീര് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുറ്റത്തൊക്കെയാണ് ആ സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഈ വീടിൻ്റെ പോർച്ച്, അതായത് സിറ്റ് ഔട്ട്, ഈ ഒരു ഭാഗത്താണ് ആ സിനിമയിലെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അവർ വന്നിട്ട് തീർച്ചയായിട്ടും വന്നിരിക്കുന്നതും പത്രം വായിക്കുന്നതും അവരൊന്ന് സംസാരിക്കുന്നതും എല്ലാം ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് എല്ലാം ഷൂട്ട് ചെയ്തത്. ഏകദേശം ഒരു 60% ആ വീട് കാണിക്കുമ്പോൾ മൊത്തമായിട്ട് ഈ ഒരു ഭാഗമാണ് അതിൽ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്.